ഹായ് എവരി വൺ, ടുഡേ വി ആർ ഗോയിങ് ടു ബന്നാർഘട്ട. നമ്മുടെ കൂടെ നമ്മുടെ ഫ്ലാറ്റിലുള്ള എല്ലാവരും ഉണ്ട്. പതുക്കെ നടന്ന് വരുന്നുണ്ട്. അപ്പം നമ്മൾ മെട്രോ കയറി നമ്മൾ സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തും അല്ലേ. സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ പിന്നെ ഊബർ വിളിച്ച്, അവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ ഉള്ളൂ. അവിടെ നമ്മൾ ഊബർ വിളിച്ച് പോകും. നമ്മൾ സൈറ്റ് ത്രൂ ആണ് ബുക്ക് ചെയ്തത്. അപ്പം യെസ്, അപ്പോൾ നമ്മൾ അവിടെ ഒരു സൂ ഒക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന 3 പേര്. കുഞ്ഞുമോനെ, നമ്മുടെ ഇന്നത്തെ ട്രിപ്പിനെ പറ്റി എന്താ പറയാനുള്ളത്? ആ, നമ്മൾ കടുവേനെയൊക്കെ കാണുന്നതാണ് പറയണത്. നമ്മൾ ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം വൈറ്റ് വെള്ളക്കടുവേനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രംഗന്മാരെ നമ്മൾ എന്നും ഞങ്ങൾ ഫ്ലാറ്റിൽ കാണുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത് കാണേണ്ട ആവശ്യമില്ല. പക്ഷേ കടുവ, പുലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എനിക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. മെട്രോയിൽ കയറി ഇനി നമ്മൾ സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇറങ്ങും. ഇതാണ് അക്ഷയ്. അവിടെ ജിത്ത് എന്തോ കൊണകൊണകൊണാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. നടക്കൊന്ന് എന്ത്? അതാണ് ഞങ്ങളുടെ ക്യാമറാമാൻ. ഇവനാണ് ഞങ്ങളുടെ എഡിറ്റർ. ഞങ്ങളുടെ എഡിറ്ററിനെ ഹയർ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ. ഞാൻ നമ്പർ ഇട്ടേക്കാം. ഇവന് അതെ അതെ, വലിയ ചെലവൊന്നുമില്ല. ഇവൻ സമയമുള്ളപ്പോൾ നമുക്കിട്ട് വെക്കും. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണാം. നമ്മളിപ്പോൾ സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാനുള്ള മെട്രോ കയറുന്നത്. ഇതിവിടെ നമ്മൾ മജസ്റ്റിക്ക് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ് പറയുന്നത്. എനിക്ക് നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് ഈ മെട്രോ ഇറങ്ങി എത്തിയെടുത്ത് നമ്മൾ ഫുഡ് കഴിക്കും. പറഞ്ഞോ. നമ്മള് സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്നൊരു 200 മീറ്റർ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നൈസ് റോഡ് കാണാൻ പറ്റും നമുക്ക്. ഓവർബ്രിഡ്ജ്. അതിൽ പോണ ബസ് കയറാം, ബണ്ണാർഘട്ട റോഡിൽ ഇറങ്ങാം. എത്ര രൂപ ടിക്കറ്റ്? 28 രൂപയുടെ ടിക്കറ്റ്. ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മ അതിന് പാരലല്ല, സൈഡിൽ കൂടെ ഒരു വഴി, ആ വഴി കൂടെ നമുക്ക് ഡയറക്റ്റ് നാഷണൽ പാർക്കിലേക്കുള്ള ബസ് കിട്ടും. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് തന്നെയാണ് ഇതല്ലേ. ബസ്സിലൂടെ മെട്രോയിൽ സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ബസ്സുകൾ അവൈലബിൾ ആണ്. നമ്മൾ സിംഹത്തിനെ കാണാൻ പോവാണ് ഗൈസ്. നമ്മൾ നടന്ന് ഇവിടെയാണ് നമ്മുടെ അടുത്ത ബസ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് ബന്നാർഘട്ട നമുക്ക് ബസ് കിട്ടും. ഇവിടെ ബോർഡ് കൊണ്ട് നേരെ പോയ ബന്നാർഘട്ടന്ന്. അപ്പം നമ്മളിനി ബന്നാർഘട്ടയിൽ എത്തിയിട്ട് കാണാം. ഇന്ന ബസ് സ്റ്റോപ്പിന്റെ നാം ക്യാ ഹേ ബൈ? ടീ സോണോ? അപ്പൊ ടീ സോണിൽ നിന്നാണ് നമുക്ക് അടുത്ത ബസ് കയറണ്ടേ? ഓക്കെ ബോസ്. അപ്പൊ നമുക്ക് ബന്നാർഘട്ടയ്ക്ക് വെറുതെ ഊബർ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. യെസ്, 10 മണിക്കാണ്. രാവിലെ 7 മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ 10 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു അന്നപൂർണ ഹോട്ടലുണ്ട്. നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ വെജിറ്റേറിയൻ ആണ് നല്ലത്. അപ്പോൾ ഇതേ ഇവിടെ ഈ അന്നപൂർണ ഹോട്ടലിൽ നിന്ന് നമുക്ക് നല്ല മസാല ദോശ കഴിക്കാം ഗൈസ്. വിശന്നിട്ട് അവൻ എങ്ങോട്ടാ പോകണ്ടേന്ന് പോലും അറിഞ്ഞൂടെ. മസാല ദോശ ഉണ്ടോ? എനിക്ക് മസാല ദോശ. നീയും മസാല ദോശയാണോ? അപ്പൊ ഞാൻ റിസ്കിലാ. നമ്മൾ ഒരു മസാല ദോശ, 4 ഗീ റോസ്റ്റ്. പേടിയുള്ളവരൊന്നും മസാല ദോശ കഴിക്കരുത്. കാരണം നമ്മളിനി അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന്. അപ്പം ബന്നാർഘട്ട നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുവാണ്. ഇതാണ് എൻട്രൻസ്. ഈ പാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബസ്സിലല്ലേ നമ്മൾ പോണേ? AC ബസ്സും ഉണ്ട്, നോൺ AC ബസ്സസും ഉണ്ട്.
അപ്പം നമ്മൾക്ക് ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി നമ്മൾ സഫാരിയിലേക്ക് പോകുന്നതാണ്. കാണിക്കണ്ടായിരുന്നെങ്കിൽ മാർഗക്കായി അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഇവിടെ നിന്ന് നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തതുകൊണ്ട് ജസ്റ്റ് ഇവിടെ വന്നൊന്ന് കാണിച്ചാൽ മതി സംഭവം. സ്നാക്സ് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലേ? അതെ, നമ്മളേറെ ദൂരം നടക്കേണ്ടിയിരിക്കുന്നു ബസ്സിൻ്റെ അടുത്തേക്ക് എത്താൻ. നമുക്ക് ഈ ക്യൂവിൽ എല്ലാവരോടും പറഞ്ഞാലോ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇവിടെ നിങ്ങൾ ഓ താങ്ക് യു താങ്ക് യു. എങ്ങനെയുണ്ട്? എനി സജഷൻസ്? താങ്ക് യു. എന്തുണ്ട്, രാവിലെ കഴിച്ചോ? ആ ഏതാ? അത് ഞങ്ങളുടെ റിവ്യൂ വീഡിയോ ലിങ്ക് ഇവിടെ ഇടുന്നു. പറയൂല. ഇവര് ഈ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുന്നവരുണ്ടല്ലേ? സത്യല്ലേ? കണ്ടോ പിണക്കമാണ്. എപ്പോഴും നിന്നെ പറ്റി പറയാനേ സമയമുള്ളൂ. എന്റെ ദാസൻ എന്നല്ലാണ്ട് വേറെ ഒന്നും പറയില്ല. അടുത്തൊരു കപ്പിൾ ഇതിലൂടെ ഉത്ഭവിക്കും കേട്ടോ. അടുത്ത ബിഗ് ബോസിലുണ്ടാവും. ഞാനല്ല ഡെല്ല ഗൈസ്. 7 ഓക്കെ. അപ്പൊ നമ്മള് ബസ്സിലേക്ക് ഇതാവാണ്. ഇന്ന് വലിയ തിരക്കില്ലാത്തോണ്ട് തന്നെ വേഗം നമുക്ക് പോകാൻ പറ്റി. എറണാകുളത്തേക്കുണ്ടോന്ന് ചോദിക്കായിരുന്നു. ഇത് ഈ പോലീസിന്റെ ഒക്കെ വണ്ടി പോലെ ഇല്ലേ? ആ. അപ്പൊ നമ്മുടെ സഫാരി തുടങ്ങിയിരിക്കുന്നു. ബസ് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് ഞങ്ങള് പുലിനെ കടുവേനെയൊക്കെ എക്സ്പെക്ട് ചെയ്താണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണുമോ നോക്കാം. ഒരു പുലിനെ പോലും കാണാതെ പോയി കഴിഞ്ഞാൽ നഷ്ടമാവില്ലേ നമുക്ക് ഈ യാത്ര. അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. എവിടെ അങ്ങനെ പറയണം. എന്നാലും പുലിയുടെ ഷിഫ്റ്റ് എപ്പോഴായിരിക്കും? അതെന്നായിരുന്നു? മാനാണോ? പോത്തിനെ കണ്ടു. പോത്താണോടാ അത്? പിന്നെ മാന്. അവിടെ മാനുണ്ട്. അവരുടെ ഷിഫ്റ്റും കഴിഞ്ഞ്. ഫോക്കസ് പോണുണ്ട്. ഹായ്, ഹലോ. രാവിലെ ഫുഡൊക്കെ കഴിച്ചോ? ഹായ്, ഫുഡ് കഴിച്ചോ? ഇതാ തലയിലാരാ പുല്ലൊക്കെ കൊണ്ടുപോയിട്ടെ? ഹായ്, അമ്മയും മോളും കൂടെ എവിടെ പോവാ? ഹലോ. ഓ മാസ് എൻട്രി.
ഇവിടെ ആ സൈഡിൽ അടുത്തേക്ക് വരൂല. ഹായ് ഹായ്, ദേ ഇവിടെ കൊറേ എണ്ണുണ്ടല്ലോ. ബാബാ എന്റെ ഒരു എടുപ്പ് കണ്ടോ, ഒരു ഗാംഭീര്യം കണ്ടോ, എന്ത് ഭംഗിയല്ലേ ഇതിനെ കാണേ. അടിക്കടാവനെ എന്ത് രസമല്ലേ ഇത് കാണാൻ. ഇവിടെ ചിത്രം ദൂരെയാണല്ലോ. എഡിറ്റ് ചെയ്താന്ന് പറയൂ. അയ്യോ, ഇതിന് താടി മുടിയില്ലല്ലോ. എന്താ എല്ലാരും എന്തെങ്കിലും നോക്കണേ. ചിക്കൻ തരാം. എന്തോ അല്ലേ കമ്പ്, അതിന്റെ മുഖത്തല്ലേ ആ കമ്പ്. അപ്പളോട് പടങ്ങിയിരിക്കും, അപ്പുറത്ത് കണ്ടവളുമായിട്ട് കൂട്ടില്ല. എല്ലാവരും നോക്കുന്നത് ഇങ്ങനെയാ. അതെ അതെ, അവള് പിണങ്ങി പോണ. ഞാൻ കൂട്ടില്ല. എല്ലാവർക്കും നിന്നെ മതി. ഓ, അന്നെ ആർക്കും വേണ്ട. എനിക്ക് തടി മീശയില്ലെന്ന് പറഞ്ഞോണ്ട്. അങ്ങനെ നമ്മുടെ സഫാരി ഒക്കെ കഴിഞ്ഞു. ഹൗ വാസ് ദി സഫാരി? ഒന്നും പറയല്ലേ? ഹൗ വാസ് ദി സഫാരി? നമ്മള് പുലിനെ കണ്ടു, ആനേനെ കണ്ടു, മാവിനെ കണ്ടു. എല്ലാരും അവരുടെ ടൈം സ്ലോട്ട്, ആത്മാർത്ഥതയുള്ളവര്. പക്ഷെ ആ ഇരിക്കുന്ന പോസ് ഇങ്ങനെ വന്ന ഒരു എടുപ്പുണ്ട്. അപ്പൊ മൊത്തത്തിൽ നല്ല. പക്ഷെ അവരെ അടുത്ത് കാണുന്നു, പക്ഷെ റിയലായിട്ട് കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ 1/2 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭയങ്കര ഒരു ഷോർട്ട് ടൈം ആയിരുന്നു. നിനീഷ് അതിന്റെ ഇടയ്ക്ക് കാണുന്ന ഉറങ്ങുമായിരുന്നു. എടാ, അവിടെ ഇതൊക്കെയുണ്ട്, കോട്ടയിലൊക്കെ ഉണ്ട്. നമുക്കിനി അടുത്ത ട്രിപ്പ് ഒരു കാടിന്റെ ഉള്ളിൽ നമുക്ക് റിസോർട്ട് അല്ല, ഇതുപോലെ ട്രീ ഹട്ട് എടുക്കാം. ഇൻഫോസിസ് ഫൗണ്ടേഷൻ കാണാൻ പറ്റും. ഫണല് പോലെ ഉണ്ടല്ലേ. എന്റെ അനിയനായതുകൊണ്ട് പറയല്ലോ, അതും കൂടെ പറ. സെൽഫി ടൈം. ഫോട്ടോ സൂഫി മന്തി. അതിന് സൂ എക്സ്ട്രാ അല്ലേ? ഓ, ഞാൻ ബസ്സിൽ കയറുന്നതിന് മുന്നേ 70. ഐഫോൺ ഹാങ് ആവില്ല എന്ന് പറഞ്ഞത്. ഐഫോൺ ടോക്സ് ആണ് നമ്മൾ ഇതിന് കണ്ടിട്ട് ചെയ്യേണ്ട ഗൈസ്. ശരി, അവര് കുളിക്കായിരിക്കും. എന്തേ ജിറാഫ്? ഏതോർമ്മയാ? ഇവരില്ലാതെ ക്രോസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. സീബ്രയ്ക്ക് മലയാളം ഇല്ല.
കണ്ട കാലം അല്ല അല്ല അക്ഷയ് പറയൂ, സീബ്രയുടെ മലയാളം പറയൂ. ആണോ? ഒരു സീബ്രനെ ഇരുന്ന് കമന്റ് അടിക്കുന്ന കണ്ടോ? പൂവാലന്മാരുടെ ശല്യം കാണോ? സീബ്ര അടുത്ത് പോലും വരുന്നില്ല. പൂവാലൻ നമ്പർ 1, പൂവാലൻ നമ്പർ 2. എന്റെ നിനീഷ് എന്ത്? അത് കാട്ടുവഴി ഫ്രണ്ടിൽ കൂടെ പോണുണ്ട്. ഇത് വാങ്ങാൻ കിട്ടുന്ന ഇത് നോർത്തൺ ജിറാഫാ. മഴ വരുമ്പോ ഇവരുടെ കയറി അത് അവർക്ക് തികയുവോ? തലയിടിക്കൂലേ? അവർക്ക് ചൊറിയുമ്പോ അപ്പുറത്തെ ആളോട് ചൊറിഞ്ഞു തരാൻ പറഞ്ഞപ്പോരെ, ഭാര്യനോട് ചൊറിഞ്ഞു തരാൻ പറഞ്ഞപ്പോരെ. പോത്താണോ? കഴുതയോ? ഇതെന്തോ ഇത്? പശു അല്ലേ? നിനീഷ് ഇതെന്തുവാ? ഇത് എന്താന്ന് എനിക്ക് അറിയില്ലടാ. എടാ ഇത് ഏതോ ജീവി, എനിക്ക് മനസ്സിലാവണില്ല. എഴുതിയിട്ടുണ്ടാവണം. അപ്പൊ നിനക്കും അറിയത്തില്ലേ? നിങ്ങൾ പിന്നെ എന്നാ നോക്കിയാ നിക്കണേ? നീ ഇതിന്റെ പേര് നിൽഗായ്. എന്താ അവസ്ഥയാണല്ലേ നമ്മളിങ്ങനെ ഇട്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? എന്റെ പറമ്പിൽ കൊണ്ടുപോയിട്ടോ. എടാ ഇതിന്റെ പേര് നിൽഗായ്. ഓ, നീലഗിരി ഹിൽസിൽ മാത്രം കണ്ടുവരുന്ന സ്പെഷ്യൽ തരം മാനാണ്. ഞാൻ മാനുന്നല്ല പറഞ്ഞത്. ഇതിൽ ഏതൊക്കെയാ സത്യം ഏതൊക്കെയാ നുണാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഷൂവോ? എക്സ്ട്രാ കാശ് വാങ്ങാണ്ട് കഴിഞ്ഞാൽ ഇത്രയും ആ ബാ. ബട്ടർ മിൽക്ക് ആണോ? ഇതാരൊക്കെയാ ബട്ടർ മിൽക്ക്? ഇതിലെന്തൊക്കെ? ഇതെന്തോ ഇത്? പായസോ? എണ്ണയൊക്കെ? ആ വെച്ചോ, കൊള്ളാവോ സാധനം? ഓക്കെ. ഇവരാരും ഇല്ലടാ, മറ്റേ പച്ചമുളകൊന്നും ഇടില്ല. നല്ല പച്ചമുളകൊക്കെ ഇടില്ലേ ഒരു ഏരിയയിലുണ്ടോ? അല്ല, പക്ഷെ സാധനം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ദാസനെ മറന്നു. ദാസന്റെ എല്ലാമായി ഇവൾ ദാസനെ മറന്നു. ദാസൻ ഒന്നും പറഞ്ഞില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഇല്ലേ? ഗായ്സ് ഇത് കുട്ടൂസൻ. കമന്റ് ബിലോ ഗായ്സ്. ഓക്കെ, വത്സൻ തന്നെ പറയും എന്റെ ഉത്തരം. അതാണ് കുറച്ചുകൂടി ഇവിടെ നിന്നാണ്. ഇങ്ങനെ കുറെ നിലവാരമില്ലാത്ത കോമഡികൾക്ക് സമീപിക്കുക. ഇതാണ് സൂവിന്റെ റോഡ് മാപ്പ്. ഇവിടെ ഇത്രയും മൃഗങ്ങളുണ്ട്. ആ, നമ്മള് ലേറ്റ് ആവാണ്ടിരിക്കാൻ നമ്മള് എവിടെ പോയാലും ഫുഡിലാണ് അവസാനം ലാസ്റ്റ് നിക്കണേ. ഗൈസ്, ഈ സൂയില് ഡിനോസർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ആരും വിശ്വസിച്ചില്ല. പക്ഷെ ദേ ഇവിടെ ഡിനോസർ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം വ്ളോഗ്. ഞാൻ എൻ്റെ ഓഡിയൻസിനെ ഡിനോസറിനെ കാണിച്ചു കൊടുത്തതാ. ആ ശരിയല്ല, ഞാൻ എന്തിനാ അവിടെ വരെ പോയി? ഡിനോസറിനെ നമ്മൾ കണ്ടു. ഇനി അടുത്തത് ഏത് മൃഗമാണ്? ഇനി ഏതൊക്കെയുണ്ട്? ആ, ഈ സൂ മാത്രം കണ്ടാ മതിയായിരുന്നു. ആ, ഇപ്പൊ എങ്ങനെ ഇരിക്കണ്?
ആ കരിമ്പ്, വെള്ളം കരിമ്പ്, പിന്നെ കരിമ്പ്, ഇത് തന്നെ ഓല കരിമ്പ്. നമുക്ക് ആനനെ ഫീഡ് ചെയ്യാൻ പറ്റും തോന്നുന്നു ഇവിടെ. എടാ ഈ വണ്ടി പോവാ, നമുക്ക് ചോദിക്കാം. നല്ല റേറ്റ് ആണോ? അനുഷ്ക, നമ്മള് അനുഷ്കേനെ കാണാൻ പോവാണ്. ആള് ജനിച്ചത് 3 ഫെബ്രുവരി 2014. അപ്പൊ ഏകദേശം എത്ര വയസ്സുണ്ടാവും? 2014 എന്ന് പറയുമ്പോ 12 വയസ്സുള്ള കടുവേനെയാണ് നമ്മൾ കാണാൻ പോണേ. എന്തി ഇവിടെ ഉണ്ടോ? അനുഷ്കേ, മോനല്ല അനുഷ്കേ. അനുഷ്കാന്ന് വിളിയടാ. ആ ടൈഗേഴ്സ്. ആ അതിന്റെ ഉള്ളിലായിരിക്കോ? വിളിക്കേ ദാസം വിളിച്ചാ കേക്കും. എന്തിയടാ? ആർ യു എക്സൈറ്റഡ്? അനുഷ്കേനെ കാണാൻ എക്സൈറ്റഡ് ആണോ? അനുഷ്കന്റെ അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് ഇവിടെ വരാം. 3 ഫെബ്രുവരി. ഓ അന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? എന്താ അവിടെ? എന്ത് പേരില്ല, ഇതിന് പേരില്ല. ഇല്ല ഇതിന് പേരില്ല. നിന്നെ പ്രശ്നം കാണിക്കുന്നത് വീഡിയോ എടുക്കുന്നത്. ആകെ കൂട്ടില് 3 എണ്ണം. ഇതിനൊരു കമ്പി 4 എണ്ണം ഉണ്ട്, 5 എണ്ണം ഉണ്ട്. ഏതാ എവിടെ എന്ത് അവിടെ കിടക്കണോന്നാ പറഞ്ഞേക്കാം. അവിടെ നാനങ്ങരുത്. ഈ ഫോട്ടോ കാണുന്ന സാധനമായിരിക്കണേ. അല്ല അത് നല്ലത്. ഇതേതോ വേട്ടാവളി. പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു. ഞാനൊരു കല്യാണം കഴിച്ചു. ഇവര് കണ്ണാടി വെച്ചിട്ട് എന്ത് ഇതാ? അല്ലല്ല കോർണറിൽ ഇരിക്കുന്നുണ്ട്. എല്ലാം ഒരേ തന്നെയല്ലേ? നീ അടുത്ത ആരെയാ കമന്റ് അടിക്കുന്നേ? ഗോൾഡൻ ജക്കാൾ എന്ത് കൂട്ടില്ല. എന്തിയാ ഗോൾഡൻ ജക്കാള്? 1 2 3 4 എണ്ണം ഉണ്ടെന്ന് 4 ഡോറുണ്ട്. അതാ അവൻ പറഞ്ഞേ. 2 എണ്ണത്തിനെ കണ്ടത് 3 എണ്ണം. 3 എണ്ണായി. അവിടെ 1, മൂലയിൽ 1, ഇവിടെ 1. ഞാൻ കാണുന്നില്ലല്ലോ. ഏതായാലും ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട്. ഇതിൽ എവിടെയെങ്കിലും ഒക്കെ അത് കാണും. ഇരിക്കണത് 1, ഇരിക്കണത് 2, ഈ മരത്തിനപ്പുറത്ത് 1 ഉണ്ട്. ഹിപ്പോപ്പൊട്ടാമസിന് മലയാളം എന്താ? ഓ ഞാൻ റൈനോസറസ്. ഓക്കെ. അപ്പൊ കമന്റ് ബിലോ ഗൈസ്, ഹിപ്പോപ്പൊട്ടാമസിന്റെ മലയാളം എന്ത്? ചെറിയ വാല് കൊണ്ട് അപ്പി വർത്തമാനം എന്റെ യൂട്യൂബില്. ഇതാണ് ഹിപ്പോ. എപ്പോഴും ഉറക്കം തന്നെ. തിന്നാ ഉറങ്ങാം. വെള്ളം ഉണ്ടല്ലോ ഇല്ലേ? എഴുന്നേപ്പിക്കണ്ട, ഉറങ്ങട്ടെ. കണ്ടു കഴിഞ്ഞാൽ പാവല്ലേ, കുഞ്ഞു കാല് വാല വലുത്. ഇവരാ എടാ വാ മാറിപ്പോയി. നിങ്ങൾ തമ്മിൽ ലവ് ആണോ? ഇത് ഈ പാമ്പ് നമ്മള് വരുന്ന വഴിക്ക് കണ്ടതാണ്.
നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ കുറേ കുഞ്ഞ് എലികളെ കാണാം. ഈ എലികളെയൊക്കെ പാമ്പിന് ഫുഡായിട്ട് വെച്ചേക്കുന്നതാണ് ഈ എലികള്. ഇതൊരു കൈൻഡ് ഓഫ് വെള്ള എലികളാണിത്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ ബന്നാറഘട്ട നമ്മൾ ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വിശന്നപ്പോൾ നമ്മൾ ഒരു ഓപ്ഷനേ നമ്മുടെ മുന്നിലുണ്ടായിരുന്നുള്ളൂ, സൂഫി മന്തി. അത് ബന്നാറഘട്ടയുടെ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് പോലും ഇല്ല. നമ്മൾ ഈ ബസ് സ്റ്റോപ്പിൻ്റെ പേരുണ്ട് ഹിമഗിരി ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് ഒരു 100 മീറ്റർ അപ്പുറത്ത് സൂഫി മന്തി ഉണ്ട്. അപ്പോൾ സൂഫി മന്തി കഴിക്കാൻ നമ്മളിവിടെ വന്നു. ഇവിടെ ഈ ബാംഗ്ലൂർ മെയിനായിട്ട് കിട്ടുന്ന മന്തി ഒരു എന്താ ഈ ഉള്ളിയൊക്കെ വറുത്തിട്ട് അങ്ങനത്തെ ഒരു ഫ്ലേവറാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ലല്ലോ, ടേസ്റ്റിലാണ് മന്തി. അത് നമ്മൾ സൂഫി മന്തിയിലും നാദിയിലൊക്കെ കിട്ടുള്ളൂ. അതിന് വേണ്ടി നമ്മൾ വന്നതാണ് ഗൈസ്. ഓഹോ, നീ ഇവിടെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് മന്തി ഓർഡർ ചെയ്യാം. ഗൈസ്, അങ്ങനെ ഇപ്പോൾ സമയം 6:10. നമ്മുടെ ഇന്നത്തെ ബന്നാർഘട്ട ട്രിപ്പ് അവസാനിക്കുകയാണ് ഗൈസ്. അപ്പം അത് ഒരു കരിക്കും ഒരു ഷെയ്ക്കും. എനിക്ക് കരിക്ക് വേണം. ഒരു കരിക്കും ഒരു ഷെയ്ക്കും കുടിച്ചോടെ നമ്മളത് അവസാനിപ്പിക്കും. പിന്നെ ഓക്കെ, ഇന്നത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നടക്കാൻ തയ്യാറുള്ളവർ മാത്രം അവിടെ പോവുക. എന്നെപ്പോലെ മടിയച്ചികളും മടിയന്മാരും ഒന്നും പോകരുത്. പക്ഷേ സംഭവം നല്ല, നമുക്ക് പുലീനെ ആനേനെയൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ കരിക്കും കുടിച്ച് നമ്മൾ പിരിയാണ് ഗൈസ്. അപ്പം ഓക്കെ, സൈനിങ് ഓഫ് ഫ്രം കടുകോടി ട്രിപ്പ്.